വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പോൾ ഇന്ന് ഞാൻ കമന്റിന്റെ റിപ്ലൈ തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോന്റെ കമന്റ് ഒരു ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നമ്മ കുര്യൻ. ഇയാൾ പറഞ്ഞു വീട്ടിലൊരു കുട്ടി ഉണ്ടെന്ന്. ശരിക്കും വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് അങ്ങനെ ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടായതാണോ കുട്ടി? അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ്. ഞാൻ പൊതുവെ എൻ്റെ കുട്ടി എന്നാണ് പറയാറ്. ഞാനത് വേറെ പറയാറില്ല. പൊതുവെ ഞാൻ എല്ലാവരുടെ അടുത്തും എൻ്റെ കുട്ടി എന്നാ പറയാം. ഞാൻ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സത്യത്തിൽ അത് എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അവളുടെ കുട്ടിയാണ്. അപ്പോ ഇതാണ് എൻ്റെ കുട്ടി. ചൊല്ല്, ഇത് ആര്? നല്ല ചത്തത്തിൽ ചൊല്ല്. മണിമാമ. അവളെ എൻ്റെ മാമ എന്നാ വിളിക്കാറ്. ഇവളുടെ മാമനാണ് ഞാൻ. കുട്ടി ജനിക്കുന്ന സമയത്ത് ഞാൻ പെണ്ണെന്നെയാണ്. ഇവള് ജനിക്കുന്നതിന്റെ 2 മാസം മുമ്പ് 2020 ഞാൻ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ വീട്ടില് അമ്മയ്ക്ക് ഞാൻ മകനാണ്, അച്ഛനും ഞാൻ മകനാണ്, ചേച്ചിക്ക് ഞാൻ അനിയനാണ്, ഏട്ടനും ഞാൻ അനിയനാണ്. അപ്പൊ ഞാൻ മേമ പറഞ്ഞ് പഠിപ്പിക്കായിരുന്നു. പിന്നെ അല്ലെങ്കിൽ ഇവളുടെ ഹസ്ബൻഡ് വീട്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഞാൻ ട്രാൻസ് ആണെന്നുള്ളത് അറിയില്ല. എനിക്ക് അതിന്റെ പേരിൽ ഇഷ്യൂസ് വരണ്ട. അപ്പൊ ഞാൻ മേമ അല്ലെങ്കിൽ ചെറിയമ്മ എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ മുന്നിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരറിയും എന്നുള്ളൊരു പേര് കൊണ്ട് അവളെ ഞാൻ അങ്ങനെ തന്നെയാണ്, വീട്ടുകാരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. മാമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവള് വിളിക്കാറ്. കുട്ടിക്ക് ഇപ്പൊ അറിയാനായിട്ടില്ല. അവൾക്ക് മാമൻ ഒരു പെണ്ണാന്നുള്ളൊരു മൈൻഡാണ് ഇത്രയും നാളും. ഇവള് 2 മാമനാണ്. ഇവൾക്ക് ഒന്ന് എൻ്റെ ഏട്ടനുണ്ട്, എനിക്കൊരു ഏട്ടനുണ്ട്, മുരുകേഷ് മാമ, മണിമാമ, അങ്ങനെയാണ് വിളിക്കാറ്. അപ്പോൾ മുരുകേഷ് മാമന് മീശയുണ്ട്, മണിമാമന് മീശയില്ല എന്നുള്ളത് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി കുട്ടി വലുതാവുമ്പോൾ അറിയാൻ പറ്റുള്ള ഒരു ട്രാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ആ കുട്ടി ഇത്രയും നാളും ചിന്തിച്ചത് മാമനൊരു പെണ്ണാണെന്നുള്ളതാണ്. കാരണം ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത്, ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് സാരി ഉടുത്തിട്ട് പോകും, പാവാടിയും ബ്ലൗസ് ഇടുക, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല, കുട്ടി ഒരു പെണ്ണായിട്ട് കാണുകയാണ്. പിന്നെ ഇതുപോലെ ഒരു 3 വയസ്സിൽ, ഇപ്പൊ 4 വയസ്സായി, 3 വയസ്സുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് മീശ ഷേവ് ചെയ്യായിരുന്നു. അപ്പൊ ഇവള് വിചാരിച്ചിരിക്കുക പെൺകുട്ടികൾക്ക് മീശ വരുന്നതാണ്. കുട്ടിക്ക് അറിയില്ലല്ലോ. അവള് വലുതായി കഴിഞ്ഞാൽ അവൾക്ക് മീശ വരും എന്നുള്ള രീതിയിലാണ് അവള് ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനും പറഞ്ഞു വലുതായി വന്നോളും, വലുതായ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ ഷേവ് ചെയ്യണത് കണ്ടിട്ട്, അപ്പോൾ കാണുമ്പോൾ ഞാൻ പെണ്ണാണ്, അല്ലെങ്കിൽ പെണ്ണിന്റെ വസ്ത്രം ഇടുന്നു, മീശ ഷേവ് ചെയ്യുന്നു. അപ്പൊ കുട്ടിക്ക് ഇത് അറിയാനായിട്ടില്ല. അവള് ഇത്രയും നാളെ കരുതിയത് പെണ്ണാണെന്നാണ്. എനിക്ക് പൊട്ടൊക്കെ വെച്ച് തരും, കമ്മലിടാനൊക്കെ കമ്മലെടുത്ത് തരാനും. എൻ്റെ ഐറ്റംസ് ഒക്കെ ഇവള് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ലിപ്സ്റ്റിക്ക്, പിന്നെ വള, മാല, അതൊക്കെ എടുത്തു തരാനും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സാരിയൊക്കെ എടുത്ത് ഇത് ഉടുക്കുക എന്നൊക്കെ പറയും. വേറൊരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ ഒരു പഴയ ഫോട്ടോ ആണെങ്കിൽ പുതിയ ഫോട്ടോ ആണെങ്കിലും, പെണ്ണിന്റെ ലുക്ക് ആണെങ്കിലും ആണിന്റെ ലുക്ക് ആണെങ്കിലും ഇവിടെ മാമ തന്നെയാ പറയാറ്. അതേസമയം ഒരു പാന്റ് ഷർട്ട് ഉള്ള ഒരു പുരുഷന്റെ ഫോട്ടോ കാണിക്കുകയാണെങ്കിൽ അണ്ണ, ഏട്ടെന്നാണ്. ഞങ്ങൾ തമിഴാണ് ബേസിക്കലി, പഠിച്ചത് മലയാളമാണ്. അപ്പോൾ ഇവള് തമിഴാണ്, ഇപ്പൊ മലയാളം പഠിച്ചു വരുന്നുണ്ട്, മലയാളം അറിയാം. അപ്പോൾ ഇവളെ ഫോട്ടോ, ഒരു ആണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ അണ്ണ എന്ന് പറയും, ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ അക്ക എന്ന് പറയും. അവൾക്ക് ആണും പെണ്ണും ഡിഫറൻസ് അറിയാം. പക്ഷെ എൻ്റെ ഫോട്ടോ പഴയതും പുതിയത് ഏത് കാണിച്ചാലും മണിമാമ എന്ന് പറയും. പിന്നെ ചില വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ തിരിച്ചറിയില്ല. പഴയ വീഡിയോസ് ഒക്കെ, ഒരുപാട് പഴയ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പെണ്ണിന്റെ ഫോട്ടോ കണ്ട് അവൾ അക്കാന്നല്ലേ പറയും. അപ്പൊ ഇത് വലുതാവുമ്പോൾ മനസ്സിലാവുമായിരിക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ കുട്ടി. കുട്ടിക്ക് ഞാനാണ് കൂടുതൽ കംഫർട്ടബിൾ, അമ്മയെക്കാളും കൂടുതൽ സ്നേഹമാണ്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും എൻ്റെ കൂടെ വരും, കൊണ്ടുപോകും. അപ്പോൾ അവൾക്ക് എൻ്റെ കൂടെ നടക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഞാൻ മാറി നിന്നാൽ എന്നും കരയും, വിഷമിക്കും, വിളിക്കും, സംസാരിക്കും. അപ്പോൾ ഇവൾക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ഇപ്പോൾ ഇവളെ ഞാൻ എൻ്റെ മോളായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇവളിലൂടെ ഞാൻ എൻ്റെ മാതൃത്വം തിരിച്ചറിയുന്നു. കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് കുറച്ച് റിസ്ക് ആണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാടക ഗർഭപാത്രം വഴി ഉണ്ടാക്കുക, അതൊക്കെ കുറച്ച് റിസ്ക്കും കുറച്ച് പ്രൊസീജിയർ കൂടുതലാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന പാർട്ട്നേഴ്സ് എന്നും നമ്മളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല, എന്ന് വേണമെങ്കിൽ അവർ ഇട്ടിട്ട് പോകാം. അപ്പം നമ്മൾ ആ കുഞ്ഞിൻ്റെയും കൂടെ ജീവിതം നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പോൾ ഇവളെയാണ് ഞാൻ എൻ്റെ മോളായിട്ട് കാണുന്നത്.
ഇവൾക്ക് എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. കൂടുതൽ ആഗ്രഹമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, പഠിപ്പിക്കും, സ്കൂളിൽ പോകും. അതുപോലെ ഇവിടെ സ്കൂളിൽ ഇവളുടെ ഗാർഡിയൻ ഞാനാണ്, ചേച്ചി ഞാനാണ് പോയത്. ചേച്ചി എന്ന് പറയുമ്പോൾ അവൾ ഇവളുടെ കാര്യങ്ങളെല്ലാം നോക്കും, പക്ഷെ അവൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കുറവാണ്. അപ്പോൾ ടീച്ചർ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പോയത് ഞാനാണ്. അപ്പൊ ടീച്ചറാണ് എൻ്റെ പെരുമാറ്റം കണ്ടിട്ട് ഇവിടെ അഡ്മിഷനിലെ ഗാർഡിയന്റെ പേര് എൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചർ എന്തുണ്ടെങ്കിൽ എന്നെയാണ് വിളിച്ച് പറയാറ്. അതുപോലെ എനിക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു, കാരണം ചേച്ചിക്ക് ഈ ഫോം പൂരിപ്പിക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇവളെ കൊണ്ടുപോകുന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾ കാണുമ്പോൾ ഇവൾക്ക് നാളൊരു ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ടീച്ചർ നല്ല സപ്പോർട്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചിലും വ്യത്യസ്തമായിട്ടായിരുന്നു. അവിടെയുള്ള കുട്ടികൾ കുഴപ്പമില്ല. അതായത് ചില കുട്ടികൾ എൻ്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് ഇവളുടെ കൂട്ടുകാരികൾ. അപ്പൊ അവര് 2 വീട് കഴിഞ്ഞുള്ള കുട്ടികൾ എന്നെ മാമാന്ന് വിളിക്കും, പിന്നെ ഒരു 4 വീട് കഴിഞ്ഞുള്ള കുട്ടികൾ എന്നെ ചേച്ചീന്ന് വിളിക്കും, ആന്റീന്ന് വിളിക്കും. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കാണുന്നവരൊക്കെ നമ്മളെ പെണ്ണിന് ലുക്കായതാണ് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷനാണ്. അപ്പൊ ചില കുട്ടികൾ മാമാന്ന് വിളിക്കും, ചില കുട്ടികൾ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്, കാരണം കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവും, മറ്റുള്ള കുട്ടികളെ കളിയാക്കും എന്നുള്ള ഒരു വിഷമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഒരു കൊല്ലമായി. അവളുടെ സ്കൂളിൽ ഇപ്പൊ എല്ലാവരും അക്സെപ്റ്റഡ് ആണ്, നാടും പ്രശ്നമില്ല. അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാലൻസ് കമന്റിന്റെ റീപ്ലൈ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. നന്ദി.